ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ട് പിറകെ നിൽക്കുകയാണ് നിധി. നിധി ചോദിക്കും, നിങ്ങൾ ശരിക്കും തട്ടിക്കൊണ്ടുപോയോ? ശ്രുതി അതേന്ന് പറയുമ്പോൾ നിധി ചോദിക്കും, നിങ്ങൾ അത്രയ്ക്ക് വലിയ റൗഡിയാണോ? ശ്രുതി പറയും, ഞാൻ റൗഡിയൊന്നുമല്ല, എനിക്ക് വേണ്ടി ചെയ്തത് എൻ്റെ ഏട്ടനും അനിയന്മാരുമാണ്. എനിക്കെന്തേ പ്രശ്നം ഉണ്ടായാൽ അവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കും. കുട്ടി വിഷമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഈ രജിസ്റ്റർ മാരേജ് നിർത്തിയ പോലെ ഈ കല്യാണം നടക്കാൻ പോണില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് സന്തോഷമാവും. നിധി ശ്രുതിയോട് നന്ദിയൊക്കെ പറയും. സൂര്യയെ അവർ വണ്ടി കൊണ്ടുവന്നിട്ട് ആളില്ലാത്തൊരു സ്ഥലത്ത് ഉപേക്ഷിക്കുകയാണ്. സൂര്യ അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കെട്ടഴിച്ചിട്ട് പോകുന്നൊക്കെ. പക്ഷെ അവരതൊന്നും ചെയ്യാതെ അവനവിടെ ഇട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോവാണ്. ബ്രോക്കർ സുഭാഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, കവിതയുടെ വീട്ടുകാർക്ക് ഇപ്പോഴും ഈ ആലോചനയ്ക്ക് താല്പര്യമുണ്ട്, അവർക്ക് ആകെ ഒരു ഡിമാൻഡേ ഉള്ളൂ, അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ സുഭാഷ് പറയും, ഞാൻ വന്ന അന്ന് തന്നെ അത് പറഞ്ഞതാണെന്നൊക്കെ. ബ്രോക്കർ പറയും, അവർ പറയുന്നതിന് കാര്യമല്ലേ, അവർക്ക് സ്ഥലമൊക്കെ ഉണ്ട്, കുറച്ച് സ്ഥലം നിനക്ക് തരും, അവിടെ വീട് വെക്കാനാണ് പറയുന്നത്. സുഭാഷ് പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ ബ്രോക്കറുടെ അടുത്ത് പോവുകയാണ്. ബ്രോക്കർ കുറേ വിളിക്കും, പക്ഷേ സുഭാഷ് നിൽക്കില്ല. സൂര്യയുടെ അടുത്ത് പോയി തിരിച്ചു വന്ന അച്ഛനും ഏട്ടനും കൂടി അവിടെ ഉള്ളവരോട് കാര്യങ്ങളൊക്കെ പറയാണ്. ആരാ തട്ടിക്കൊണ്ടുപോയത്, എന്തിനാ തട്ടിക്കൊണ്ടുപോയതെന്നൊന്നും സൂര്യയ്ക്ക് അറിയില്ല. ഒരൊറ്റ പൈസ പോലും അവനോട് അവർ വാങ്ങിച്ചില്ല, വലുതായിട്ട് ദേഹോപദ്രവവും ചെയ്തില്ല. സൂര്യയ്ക്ക് നല്ല വിഷമമുണ്ട് ഈ രജിസ്ട്രേഷൻ മുടങ്ങിപ്പോയതിൽ. എന്തൊക്കെയോ ദോഷമുണ്ടെന്ന് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ നിധി പറയും, ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് നിധി അവിടെ നിന്ന് പറയാം, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളാരും കേട്ടില്ലല്ലോ, ഇത് ഈശ്വരനായിട്ട് മുടക്കുന്നതാ. അച്ഛൻ പറയും, മതി നിർത്ത്, ഈ കല്യാണം നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി നീയാ. നീ തുടക്കം മുതലേ ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും കൂടി നിധിയെ എങ്ങനെ ചീത്ത പറയാണ്. രാത്രി സുഭാഷ് കിടക്കാൻ വരുമ്പോൾ നികേഷ് എണീറ്റിട്ട് പറയും, ചേട്ടാ ഒന്ന് തല മസാജ് ചെയ്തതാന്ന് പറയും. സുഭാഷ് പറയടാ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് ക്ഷണിച്ച് വന്നതാ. നികേഷ് പറയും, ഇത്രയും ജോലി ചെയ്തില്ലേ, കുറച്ച് സമയം എൻ്റെ തല മസാജ് ചെയ്തോട്ടെന്ന് ചോദിക്കും. സുഭാഷ് നികേഷിന് തല മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു കോള് വരും. സുഭാഷ് ആരാന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പറയും, ഞാൻ കവിതയാണ്, അന്ന് പെണ്ണ് കാണാൻ വന്നില്ലേ. അവളിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. സുഭാഷിനോട് പറയും, എനിക്കൊന്ന് കാണണമായിരുന്നു. സുഭാഷ് ചോദിക്കും, എന്താ കാര്യം? കവിത പറയും, അത് കാണുമ്പോൾ പറയാം. ആറ്റിങ്ങൽ ഒരു കോഫി ഷോപ്പുണ്ട്, അവിടെ നാളെ രാവിലെ 10 മണിക്ക് വരുമെന്ന് ചോദിക്കും. സുഭാഷ് വരാമെന്ന് സമ്മതിക്കുകയാണ്. സുഭാഷ് ഇങ്ങനെ പതുക്കെ പറയും, എന്തിനാണാവോ നേരി കാണാൻ വിളിച്ചത്? തൊട്ട് പിറക്കുന്നത് നികേഷും പറയും, അതാ എനിക്ക് മനസ്സിലാവാത്തത്. സുഭാഷ് തിരിഞ്ഞു നോക്കുമ്പോൾ നികേഷ് ചോദിക്കും, ആരാ ഏട്ടാ? സുഭാഷ് ആണെങ്കിൽ ഇങ്ങനെ പരിങ്ങി കളിക്കും, അത് എന്ന് പറഞ്ഞിട്ട്. നികേഷ് പറയും, ഫ്രണ്ട് അല്ലേ, അതോ ബംഗാളിയാ? സുഭാഷ് പറയും, അതെ. നികേഷ് ചോദിക്കും, ഏതാ പെണ്ണ്? സുഭാഷ് പറയും, പെണ്ണോ? നികേഷ് പറയും, ഒടിയൻ്റെ അടുത്ത് മായാജാലം കാണിക്കല്ലോ മോനെ, ആരാ അത് പറഞ്ഞോ? സുഭാഷ് പറയും, അത് കവിതയാണ്. ഏത്, നമ്മൾ പെണ്ണ് കാണാൻ പോയി ഏട്ടൻ പരിപ്പുവട ഉണ്ടാക്കി കൊടുത്ത ആ കുട്ടിയോ? സുഭാഷ് അതേന്ന് പറയുമ്പോൾ നികേഷ് ചോദിക്കും, എന്നിട്ട് പോണില്ലേ? സുഭാഷ് പറയും, ഞാൻ ചെല്ലാന്നൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പോണില്ല. നികേഷ് പറയും, പറഞ്ഞിട്ട് പോകാതിരിക്കുന്നത് മോശമല്ലേ? അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇന്ന് ബ്രോക്കർ വന്നിരുന്നു, പക്ഷേ അവർക്ക് എന്നെ മാത്രം മതിയെന്ന്. ഈ വീടിൻ്റെ സാഹചര്യത്തിൽ അവൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന്. ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് അപ്പോഴേ തീർത്തു പറഞ്ഞതാ, പിന്നെന്തിനാ കാണുന്നത്? നികേഷ് പറയും, ചേട്ടനെന്തിനാ അങ്ങനെ പറഞ്ഞത്? ചേട്ടനത് സമ്മതിക്കായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങളൊക്കെ വിട്ട് ഞാൻ വേറെ വീട്ടിൽ പോയി താമസിക്കണം? ഏട്ടനത് പറ്റുമോടാ? നമുക്ക് നമ്മളും നമ്മളുടെ ഈ കിളിക്കൂടൊക്കെ മതി. നികേഷ് പറയും, ഏട്ടൻ നാളെ പോകണം, ആ ചേച്ചിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കണം, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. നിധി ശ്രുതി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയാണ്, സൂര്യയെ കടത്തിക്കൊണ്ടുപോയതിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ? ശ്രുതി പറയും, ഒരു പ്രശ്നവുമില്ല. അയാളെന്താ ഇങ്ങനെ? നമ്മളേക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കില്ലേ? ഇതയാൾ മമ്മി മമ്മി എന്ന് വിളിച്ചാടെ കിടന്ന് കരയായിരുന്നു പോലും. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ചിരി വരും. നിധി ചോദിക്കും, നിങ്ങളുടെ വീട്ടുകാരെങ്ങനെ ഇതിനൊക്കെ സംബന്ധിച്ച്? ശ്രുതി പിന്നെയും പറയും, വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാവരും കൂടെ നിൽക്കും. നിങ്ങളുടെ വീട്ടിലെ പോലെ സ്നേഹം ഒരു മറയാക്കിയിട്ട് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കുന്ന പോലെയുള്ള ആൾക്കാരൊന്നുമല്ല. നിധി വീട്ടുകാരെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി വിസ്തരിച്ച് എല്ലാവരെ കുറിച്ച് പറയും. പറയുന്നതാണെങ്കിൽ ഉള്ള സത്യമൊന്നുമല്ല, കുറേ കള്ളങ്ങളാണ് പറയുന്നത്. മൂത്ത ചേട്ടൻ ഒരു ആർക്കിടെക്റ്റാണ്, പുറത്തുനിന്നൊന്നും ഓഫർ തന്നിട്ട് പോയില്ല. പുള്ളിക്ക് ജനിച്ച നാട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധം. ഞങ്ങളുടെ വീടൊക്കെ പുള്ളിയാണ് പണിതത്. നിധി ചോദിക്കും, ചേട്ടൻ ആർക്കിടെക്റ്റ് അല്ലേ, നിങ്ങളെന്താ പിന്നെ ടാക്സി ഡ്രൈവർ ആയത്? ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണ്.